ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്നൊരു സാമ്പാർ ചീരത്തോരൻ ഉണ്ടാക്കാൻ പോകണം. അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, കുറച്ച് കടുകിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിന് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിടാലും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 3 or 4 കൊച്ചുള്ളി എടുത്ത് ചെറുതായിട്ട് കീറിയിട്ട് നമുക്ക് അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1/2 കപ്പ് പരിപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെളി വെച്ച് വേവിക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ ഇതിനകത്തേക്ക് കുതിർത്ത പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതും കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം, ലോ ഫ്ലെയിമിലിട്ട്. എന്നിട്ട് നമുക്കെടുത്ത് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സാമ്പാർ ചീര ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇളക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കുറച്ചായിട്ടിട്ട് ഇളക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ചീരത്തോരൻ ഇങ്ങനെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിന് മൂടി തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകല നേരം കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഫൈനലി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക് യു.